നമസ്തേ. 2023-24 അധ്യയന വർഷം കഴിഞ്ഞു. ആ വെക്കേഷൻ മധ്യവേനൽ അവധി കഴിഞ്ഞ് പുതിയ അധ്യയന വർഷം 2024-25 അതിൻ്റെ തുടക്കം ഇന്ന് കുറിക്കുകയാണ്. ജൂൺ 3 തുടങ്ങുകയാണ്. ഈ ഒരു അധ്യയന വർഷം എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങളിൽ ഈ സ്കൂൾ സ്ഥാപനങ്ങൾ നമ്മുടെ ഭവൻസിൻ്റെ 3 സ്കൂളുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. 2 ഹയർ സെക്കൻഡറി സ്കൂളും 1 ബാലമന്ദിർ ലോവർ പ്രൈമറി സ്കൂളാണ്. ഈ 3 സ്കൂളുകളും വളരെ നന്നായി പ്രവർത്തനം നടക്കട്ടെ എന്ന് ഇതിൻ്റെ ചെയർമാൻ എന്ന നിലക്ക് ഞാൻ ആശംസിക്കുകയാണ്. കഴിഞ്ഞ വർഷം നല്ല പെർഫോമൻസ് ആയിരുന്നു കുട്ടികളുടെ, പ്രത്യേകിച്ച് 10th സ്റ്റാൻഡേർഡിൻ്റെയും +2 സ്റ്റാൻഡേർഡ് 2 ഹയർ സെക്കൻഡറി സ്കൂൾ 100% ആണ് റിസൾട്ട്. ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടികളും നമ്മുടെ സ്കൂളിൻ്റെ ഒരു അഭിമാനമായിട്ട് നിലനിൽക്കുകയാണ്. അവർ ഈ ഒരു ഉന്നത വിജയത്തിലെത്തിച്ച ഈ 2 വിദ്യാലയങ്ങളിലെയും പ്രിൻസിപ്പൽമാരെയും അധ്യാപകരെയും സ്റ്റാഫിനെയും ഞാൻ ഭാരതി വിദ്യാഭവൻ കോഴിക്കോട് കേന്ദ്രത്തിൻ്റെ ചെയർമാൻ എന്ന നിലയ്ക്ക് മുക്തകണ്ഠം അഭിനന്ദിക്കുന്നു. ഇന്ന് വളരെ സങ്കീർണമായ കാര്യങ്ങളാണ് വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്നത്. പലതരത്തിലുള്ള മാറ്റങ്ങളും വേഗം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ശാസ്ത്രലോകത്തിൽ. പ്രത്യേകിച്ച് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ വികാസം നമ്മൾ സങ്കല്പിക്കുന്നതിനും വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം നമ്മുടെ കുട്ടികളും അവരുടെ ബുദ്ധിയും ഒക്കെ വളരേണ്ടിയിരിക്കുന്നു. അത് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ആരോഗ്യപ്രദമായ ഒരു അന്തരീക്ഷം തന്നെ നമുക്ക് സ്കൂളിലും അതുപോലെ വീടുകളിലും നിലനിർത്തേണ്ടതുണ്ട്. ഇന്ന് ഇൻ്റർനെറ്റ് വഴി ലഭിക്കുന്ന പല വിവരങ്ങളും നമ്മുടെ കുട്ടികളുടെ മനസ്സിനെ തെറ്റായ ദിശയിലേക്ക് നയിക്കുന്നതായിട്ടാണ് പത്രവാർത്തകളിൽ കാണുന്നത്. അത് പ്രത്യേകിച്ച് ഡിജിറ്റൽ അഡിക്ഷൻ അത് വളരെ വർദ്ധിച്ചു വരും. ഓൺലൈൻ ഗെയിമിൽ കുട്ടികൾ വളരെയധികം താല്പര്യമെടുക്കുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ അതുവഴി ഉണ്ടാകുന്നു. ഇതൊക്കെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അപകടകരമായൊരവസ്ഥയാണ്. അതിന് അവർ അത്തരം കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനായിട്ട് അവരുടെ രക്ഷാകർത്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ സ്കൂളിലും അവരുടെ ക്ലാസ് ടീച്ചേഴ്സും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ലഹരി സാധനങ്ങളുടെ ഉപയോഗം, അതുപോലെ മദ്യപാനം, ഇങ്ങനെ തുടങ്ങിയവയൊക്കെ തന്നെ ചില വിദ്യാലയങ്ങളിൽ നടക്കുന്നു എന്നുള്ള റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഭാരതി വിദ്യാഭവൻ അത്തരം പ്രശ്നങ്ങളെ ഗൗരവമായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത് നിരീക്ഷിക്കാനായിട്ട് തന്നെ ടീച്ചേഴ്സ് വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഇതിലൊരു ബോധവൽക്കരണത്തിലൂടെ മാത്രമേ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. കുട്ടികളുടെ ക്യാരക്ടറാണ് നമ്മൾ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു ഏരിയ. കാരണം ക്യാരക്ടർ നന്നായില്ലെങ്കിൽ പിന്നെ ആ കുട്ടിയെ കൊണ്ട് രാജ്യത്തിനോ കുടുംബത്തിനോ പ്രയോജനമില്ലാതെ. അപ്പോൾ ക്യാരക്ടർ ബിൽഡിംഗ് അതും കൂടി ഭാരതി വിദ്യാഭവൻ്റെ ലക്ഷ്യമാണ്. അതുപോലെ ആധുനികമായ സാങ്കേതിക വിദ്യ അവർക്ക് ഹൃദിസ്ഥമാകേണ്ടതുണ്ട്. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടുള്ള ഒരു സഞ്ചാരത്തിന് തുടക്കമിടുകയാണ് ഈ അധ്യയന വർഷത്തിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. നമ്മുടെ വിഷയങ്ങൾ കുട്ടികളുടെ ശ്രദ്ധ തിരിക്കാനായിട്ട് ഈ ഓൺലൈനിലൂടെ കൂടുതൽ സമയം അവർ വ്യാപരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമങ്ങളെ പരിഹരിക്കാനായിട്ട് നമ്മുടെ ഭാഷകളുടെ HOD-മാർ ഒരു ലിറ്റററി അസോസിയേഷൻ ഉണ്ടാക്കി അതിൽ
കുട്ടികൾക്കുള്ള താല്പര്യമുണ്ടാക്കിയെടുക്കുക. സാഹിത്യ സമാജം എന്നൊക്കെ മുമ്പ് സ്കൂളുകളിൽ നടന്നിരുന്നു. അത് ഇംഗ്ലീഷായാലും ഹിന്ദി ആയാലും മലയാളമായാലും സംസ്കൃതമായാലും അവരുടെ ശ്രദ്ധ ആ പ്രഭാഷണത്തിലും, അതുപോലെ എങ്ങനെ നന്നായി പ്രഭാഷണം ചെയ്യാൻ പറ്റും എന്നതിലും, അതുപോലെ ചർച്ചകൾ എങ്ങനെ സംഘടിപ്പിക്കാൻ സാധിക്കും, അതിലെങ്ങനെ പങ്കെടുക്കേണ്ടത്, ഡിബേറ്റിൽ പങ്കെടുക്കുക, അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ ഈ ഓൺലൈനിൽ നിന്ന് ഇത്തരം കാര്യങ്ങളിലേക്ക് ഫിസിക്കൽ ലെവലിലേക്ക് അവരെ കൂടുതൽ ഇൻവോൾവ് ചെയ്യിക്കേണ്ട പദ്ധതികൾ ഈ ഭാഷാ അധ്യാപകന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നത് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. അതുപോലെ തന്നെ സുവോളജി, ബോട്ടണി മുതലായ വിഷയങ്ങൾ പഠിപ്പിക്കുമ്പോൾ മൃഗങ്ങളെപ്പറ്റി അടുത്തറിയാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഫോറസ്റ്റ്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഫോറസ്റ്റുകളിൽ പോയി അവിടെ എങ്ങനെയാണ് ഒരു മൃഗത്തിൻ്റെ കഴിയുന്നതെന്നും അതിൻ്റെ മൊത്തം അവിടെ എന്താണ് ചെയ്യുന്നതെന്നുള്ള പറ്റി ഒരു നേരിട്ടുള്ളൊരു പഠനം നടത്തുക എന്നുള്ളതാണ്. അതുപോലെ ബോട്ടണി ആണെങ്കിൽ സസ്യങ്ങളെപ്പറ്റി, പല അപൂർവ സസ്യങ്ങളെ കണ്ടെത്തുക, നമ്മൾ പതിവായിട്ട് കാണുന്ന സസ്യങ്ങളുടെ പ്രത്യേകതകളെപ്പറ്റി പഠിക്കുക. അതൊക്കെ നേരെ ഫിസിക്കലായിട്ട് ആ കുട്ടികൾക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലകളാണ്. അങ്ങനെ അവരുടെ ശ്രദ്ധ മറ്റൊരു മേഖലകളിലേക്ക് ഓൺലൈനിൽ നിന്ന് തിരിച്ച് ഈ ഫിസിക്കൽ കാര്യങ്ങളിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് എനിക്കൊന്ന് പറയാനുള്ളത്. പിന്നെ അതുപോലെ കുട്ടികളെ പല സ്ഥലങ്ങളും പോയി അവിടെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള എക്സ്കർഷൻ അതിവിടെ നടക്കുന്നുണ്ട്. പക്ഷേ അതിൽ നിന്ന് ആ കുട്ടികൾ എന്ത് പഠിച്ചു എന്നതിനെപ്പറ്റി ആ ഒരു എക്സ്കർഷൻ കഴിഞ്ഞ് വരുമ്പോൾ അതിനെപ്പറ്റി ക്ലാസ് ടീച്ചറോ അല്ലെങ്കിൽ വിഷയം ആരാണോ പഠിപ്പിക്കുന്നത് അവരോട് ചോദിച്ച് മനസ്സിലാക്കണം. ഒരു ഫിസിക്കൽ ടച്ച് വേണം എപ്പോഴും ക്ലാസ്സിലും ടീച്ചറും അതുപോലെ കുട്ടികളും തമ്മിൽ. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. കുട്ടികളുടെ ആരോഗ്യമാണ് വളരെ പ്രധാനം. അവർ കഴിക്കുന്ന ഫുഡ് എന്താണെന്നുള്ളത് അവരുടെ രക്ഷാകർത്താക്കൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇന്നിപ്പോൾ ഫുഡ് എങ്ങനെയൊക്കെയാണ് ഹോട്ടലുകളിൽ ഉണ്ടാക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി ശ്രദ്ധിക്കാനായിട്ട് എന്തെങ്കിലും ഒരു സംവിധാനം പേരൻസ്, അതുപോലെ തന്നെ സ്കൂളുകളിലാണെങ്കിൽ അതും ശ്രദ്ധിക്കേണ്ട, ടീച്ചേഴ്സ് അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഏതായാലും ഈ വർഷം, ഈ അധ്യയന വർഷം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദത്തിൻ്റെയും അവർക്ക് കൂടുതൽ പഠിച്ചുയരാനുള്ള താല്പര്യത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലമായി മാറട്ടെ. അധ്യാപകർ അതിന് പ്രത്യേകം കുട്ടികളെ ശ്രദ്ധിക്കുക, അവരെ സ്വന്തം കുട്ടികളെ പോലെ അവർ ശ്രദ്ധിക്കേണ്ടതാണ്. സ്പോർട്സിലും കുട്ടികൾക്ക് വളരെയധികം താല്പര്യമെടുക്കാനുള്ള സംവിധാനം ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുക്കി കഴിഞ്ഞു പല കാര്യങ്ങളിലും, ഇനിയും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഈ അധ്യയന വർഷം അവരുടെ പഠന കാര്യത്തിൽ അവർ ഏറ്റവും ഉന്നത നിലവാരം പുലർത്താൻ സാധിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. നമസ്തേ.